വിളിച്ചു വരാന്ന് അമ്മൂമ്മ സമ്മതിക്കാഞ്ഞേ? പിന്നെ അവിടുന്ന് ഇവിടെ വരെ വരുന്ന ഓട്ടോ, വേറെ ജോലിയില്ല. അമ്മൂമ്മ ഇത്രയും പിശുക്ക് ആവശ്യമില്ല കേട്ടാ. പിശിക്ക അമ്മൂമ്മ. അതെ, ഇച്ചിരിയൊക്കെ നടക്കണം, കൈയും കാലും ഒക്കെ നാടട്ടെ. പിന്നെ ഒരു ഓട്ടോ വിളിച്ചു വരുന്നതിനെക്കാട്ടി കൂടുതൽ കാശിന് ഐസ്ക്രീം കഴിച്ചല്ലോ, അതെന്താ പറയാത്തെ? ഒരു 3 ഐസ്ക്രീം കഴിച്ചാണ് ഇത്രയും വലിയ പ്രശ്നം. ഓ 3 ഐസ്ക്രീം. അതെ, സൂക്ഷിച്ചു പിടിച്ചോണേ. അമ്മൂമ്മ എനിക്കിത് അറിയാം, പിന്നെന്തിനാ ഇടയ്ക്കിടയ്ക്ക് അമ്മൂമ്മ ഇങ്ങനെ പറയണേ? അത് പറഞ്ഞില്ലെങ്കിൽ നീ എടുത്തിട്ട് പൊട്ടിച്ചാലോ? അമ്മൂമ്മ ഞാൻ പൊട്ടിക്കൂല. അമ്മൂമ്മ എനിക്ക് 2-3 ദിവസം കൂടെ പടവലത്ത് നിൽക്കണമെന്നുണ്ടായിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു 2-3 ദിവസം കൂടെ നിക്കണമെന്ന്. പക്ഷെ പിള്ളേരൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു സുഖമില്ല, അതുകൊണ്ടാ ഇങ്ങ് പോന്നെ. പിള്ളേരൊന്നും ഇല്ലാത്തോണ്ടാ ഞാൻ പറഞ്ഞേ പടവലത്ത് നിൽക്കാന്ന്. ഓ നല്ല സ്വസ്ഥത കിട്ടിയേന്. നീ ഇവിടെ ഇല്ലാത്തോണ്ടേ ഇവിടുത്തെ പിള്ളേർക്ക് സ്വസ്ഥത കാണും. അമ്മൂമ്മ നീയാ ഇവിടുത്തെ വലിയ പ്രശ്നക്കാരി. അമ്മൂമ്മ എടുത്ത വലിയ പ്രശ്നക്കാരി എല്ലാരും പറയുന്നുണ്ടല്ലോ. ആര് പറഞ്ഞു? എല്ലാരും പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞാനും പറയുന്നുണ്ട്. ആഹാ, നീ വാ, ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ അങ്ങ് എന്നിട്ട് തരാം. സൂക്ഷിച്ച് വന്നാട്ടെ. കേശോട്ടാ, കേശോട്ടാ, എല്ലാരും എന്തേ? അമ്മൂമ്മ കൊച്ചോണം വന്നാ? എങ്ങനെ ഉണ്ടായിരുന്നു പാറുവായി? വീടായ വീട് മൊത്തം കേറി ഇറങ്ങി ഊപ്പടഞ്ഞും വന്നാ? ചെരുപ്പ് തേഞ്ഞ? ചെറുതായിട്ട്. ചെറുതായിട്ട് എല്ലാ വീട്ടിലും കേറി. ഇതായിരുന്നു പരിപാടി. അല്ല അപ്പൊ അമ്മൂമ്മ ഇവിടെ കേറിയില്ലേ? ഞാൻ അങ്ങനെ എങ്ങും കേറിയില്ലടാ. ലളിതയുടെ വീട്ടിലൊന്ന് കേറി. പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഭാനുമതി ചേച്ചി ഇല്ലേ, അവരെ ഒന്ന് കണ്ടു. പിന്നെ നമ്മുടെ ബാലന്റെ വീട്ടിലൊന്ന് കേറാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ബാലന്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ കിടക്കുമല്ലോ. അവിടെ ഒന്ന് കേറി, അതേ ഉള്ളൂ. എനിക്കെന്നാ മേടിച്ചേ? നിനക്കൊരു സാധനം മേടിച്ചിട്ടുണ്ട്. എന്താ നോക്കത്തോന്ന് നോക്കട്ടെ. ഭരണിയാ? ഇതെന്തിനാ ഉപ്പിലിട്ട് നോക്കാനാ? ചേച്ചി, ചേച്ചിക്ക് തണുപ്പെടുക്കുമ്പോ ഇതിനകത്ത് കയറി ഇരുന്നാ മതി. അയ്യോ, പളസ് ഭരണി മാറി ഇരിക്കല്ലേ? പഴസ് ഭരണിയൊന്നും അല്ല, പുതിയത് വാങ്ങിച്ചതാ. അമ്മ വന്നോ? അയ്യോ കൊള്ളാലോ, ഉപ്പുമാങ്ങ ഭരണി. എവിടുന്നത്? ഇതേ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പടവലത്തൊരു കടയിൽ നിന്ന് മേടിച്ചതാ. പടവലത്തെ വീട്ടിലെ വലിയ ഭരണിയൊക്കെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. എന്നാലും ചെറുത് കണ്ടപ്പം ഒന്ന് വാങ്ങിക്കാൻ തോന്നി വാങ്ങിച്ചതാ. നന്നായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലും ഉണ്ട് ഇതുപോലത്തെ ഒരു ഭരണി. ഏകദേശം ഇവിടെ അത്രയും ഹൈറ്റ് വരും. വലിയൊരു ഉപ്പുമാങ്ങ ഭരണി. 10-55 വർഷം പഴക്കമുണ്ട്. അതിനെക്കുറിച്ച് പറിച്ച വീട്ടിലാണോ ഇതുള്ള? അയ്യോടി, ആ പേരൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ടല്ലോ അച്ഛൻ പറഞ്ഞു കേട്ട്. അതിനെക്കുറിച്ച് പറിച്ച വീട്ടിലെ സീതാമ്മേ. എടി പെണ്ണ. അമ്മ അടുത്ത വട്ടം നിങ്ങൾ പടവലത്ത് പോകുമ്പോ ഞാനും ചേട്ടനും കൂടെ വരുന്നുണ്ട്. വരണം. പടവലത്ത് വന്നു കഴിഞ്ഞാലേ അവിടുത്തെ അന്തരീക്ഷവും അവിടുത്തെ വീടും പരിസരവും എല്ലാം കണ്ടു കഴിയുമ്പം അവിടെ ഒരു തവണ വരുന്നവർക്ക് പിന്നെ ഒന്നുകൂടെ വരാൻ തോന്നും. അങ്ങനെ അവിടുത്തെ പ്രത്യേകത. അതുപോലെ തന്നെയാണ് ചോനറത്തലയിൽ. നല്ല ഐശ്വര്യമുള്ള ഭൂമിയാണ്. പരമ്പരയായിട്ട് ഉപാസനയും കാര്യങ്ങളും ഒക്കെ ഉള്ള വീടായിരുന്നു. അവിടുത്തെ കാവും കുളവും അമ്പലവും അതൊക്കെ ഇപ്പോഴും മനസ്സിലിങ്ങനെ നിൽക്കും. അതൊക്കെ ഒരു കാലം. പിള്ളേർക്ക് ഈ കഥ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഓ, ഞാൻ ചോനറത്തലയിലെ കഥ പറഞ്ഞതേ അവർക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. കാണിച്ചു കൊടുക്കാം. കനകം, കനകം, കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. കറക്റ്റ് ഞാൻ കാണിച്ചു തരും. അതേപോലെ കണ്ടു പഠിച്ചോണം. ഒറ്റ തവണയെ കാണുള്ളൂ, രണ്ടാമത്തെ തവണ പറ്റില്ല. ക്രിയേറ്റീവ് സാധനമാണ്. ഉണ്ടായി വരുന്നതാണ്, അപ്പൊ തന്നെ വരും. പിന്നെ ചോദിച്ചാൽ കിട്ടില്ല. കണ്ണത്തി കടകണമുണ്ടത്തി പരലിന്റെ കണ്ണു ചല ചലമ പോട്ട് മാനത്ത് പറക്കണ ചമ്പരന്തിന്റെ കണ്ണു ചല ചലകി പോട്ട് കണ്ണു ചല ചലകി പോട്ട് കക്കമലയിലെ കക്കമരത്തിലെ കാറ്റിൻ കൊഞ്ചലോ പെണ്ണേ നീ കണ്ണേ താമരേ കാതിൽ തേന്മഴേ കണ്ടം പുട്ടടി പൂഞ്ചോലേ പാടം പൂത്തതറിഞ്ഞോടി പൂവരമ്പിൽ വാടി കന്നി മടന്തേ
മനസ്സിലാക്കി ഞാൻ ചോദിക്കൂ. എനിക്ക് മനസ്സിലായില്ല എന്തൊരു സംഭവം. എവിടെ എന്റെ അടുത്ത് ഒന്ന് ഡാൻസ് പഠിക്കണമെന്ന് പറഞ്ഞു, ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. കാര്യം എന്തുവാ? ഇനി അങ്ങോട്ട് ഡാൻസിന്റെ ദിവസങ്ങളല്ലേ, പൊടി പാറും. എന്ത് ചേച്ചി അരങ്ങേറ്റമില്ലാണ് അറിയലും. എനിക്ക് അറിഞ്ഞൂടാ, എന്തെങ്കിലും പറയാണെങ്കിൽ തെളിച്ച് പറ കൊച്ചേ. നിങ്ങളപ്പോ അറിഞ്ഞില്ലേ, ഫ്ലവേഴ്സ് ടിവിയിൽ ഡാൻസ് ധമാക്ക തുടങ്ങാൻ പോവാ. ഓഗസ്റ്റ് 8, 9 തീയതികളില് തുടക്കം കുറിക്കുക. വൈകുന്നേരം 7 മണിക്കാ പരിപാടി. ഇതായിരുന്ന കാര്യം. ഇതൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞാണ് മക്കളെ. ബൈ ദ വേ, ഇതിനകത്തൊരു സസ്പെൻസ് ഉണ്ട്. എന്ത് സസ്പെൻസ്? അത് അന്തസ്സായിട്ട് പരിപാടി കണ്ടിട്ട് കണ്ടുപിടിച്ചാൽ എന്തായാലും പരിപാടി വിളിക്കും, അത് ഉറപ്പാ. ഉറപ്പല്ലേ? லெச்சு ആ நீங்க இங்க நிக்கிறீங்களா? உனக்கு அந்த பக்கத்து வீட்டுல காரைக்காய் மரம் தெரியுமா? தெரியுமே. நான் இன்னைக்கு அங்க போனேன். அங்க நிறைய பழுத்த காரைக்காய் எல்லாம் கீழே விழுந்திருந்தது. அதெல்லாம் நான் பெருக்கிட்டு வந்தேன். அதே மாதிரி அங்க ஒரு குச்சி இருந்தது. அதை வச்சு பச்சை காரைக்காய் இருக்குல்ல, அதுவும் நான் கீழே போட்டேன். அதுவும் எடுத்துட்டு வந்தேன். കുച്ചിന്ന് വെച്ചാൽ വടിന്നാണോ ഉദ്ദേശിച്ചത്? ஆமா. ആ ഗുഡ് ജോബ്. ഇത് ഞാൻ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ്. ഇതിപ്പോ ഇവിടെ ഒന്ന് പറയാൻ കാരണം அது ஒண்ணும் இல்லடா, இன்னைக்கு நான் அதை செஞ்சேன், அதனால சொன்னேன். ഇപ്പൊ കാരക്ക എന്തിനാ? അത് കഷ്ടപ്പെട്ട ആന്റി ഇപ്പൊ പെറുക്കി കൊണ്ടുവന്നില്ലേ, അതിന് ഇവിടെ കൊണ്ടുവന്ന് അതിന്റെ മണ്ണും പൊടിയൊക്കെ കളഞ്ഞ് തൂത്ത് വൃത്തിയാക്കി കഴുകി പെറുക്കി എടുത്ത് അപ്പുറത്തെ പറമ്പിലേക്ക് കളഞ്ഞു. அப்படியெல்லாம் நான் செய்ய மாட்டேன். பாரு, நம்ம அம்முமா வந்து ஒரு பரணி கொண்டு வந்திருக்காங்கல்ல, அதுல இந்த பச்சை காரைக்கும் பழுத்த காரைக்கும் போட்டு அச்சார் போட்டா ரொம்ப சூப்பரா இருக்கும். പഴുത്ത കാരക്ക എന്തിനാ അതിനകത്തിടുന്നേ? ஐயோ, உனக்கு தெரியாதா? இந்த பழுத்த காரைக்கையில உப்பும் மிளகும் எல்லாம் போட்டுனா சூப்பரா இருக்கும் பாரு. എനിക്ക് തരണേ. நான் அது போட்டுட்டு வரட்டா? അമ്മൂമ്മ ഇടുന്നല്ലേ പറഞ്ഞു. അപ്പൊ പിന്നെ എന്നെ വിളിച്ചോണ്ട് വന്നു, അപ്പൊ എന്റെ സഹായം വേണ്ടേ? ഇത് പറയാൻ വന്നായിരിക്കും. ചേച്ചി, കൺഫ്യൂഷൻ ആക്കിയില്ല. ചേച്ചി സഹായിക്കണ്ട, കായ് വെച്ച് തിന്നോളെ. ആടി നീ തന്നെ ഇതൊക്കെ പറയണം. നീ ഇച്ചിരി പോന്നുള്ളപ്പോഴേ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയോ നിന്നെയൊക്കെ വളർത്തിയെടുക്കാൻ. നിന്നെ എടുത്ത് ഒക്കത്തും വെച്ച് ഒരു കയ്യില് ചോറ് ഊട്ടി. ഓ ഇതൊക്കെ വെറുതെ അറിയോ നിനക്ക്? ചേച്ചി നിർത്ത്, മതി. ചേച്ചി, ഇത് നേരത്തെ അമ്മൂമ്മ ഒരു കഥ പറയാൻ തുടങ്ങിയപ്പോ നമ്മൾ ഉരിയില്ലേ, അത് കിട്ടിയ കർമ്മയാണ്. കർമ്മ തയ്പ്പിച്ച് വെച്ചോ ഒരെണ്ണം, ആവശ്യം വരും. அம்மா, சீக்கிரம் வாங்க. ஷூ, എന്തു വേണേ டேய் பாருடா. இந்த பாரு லெச்சு, பரணி எல்லாம் உடைஞ்சு கிடக்குது. അയ്യോ, പടയം തകർന്നേ. പടവെല്ലാം തകർന്നു. അതല്ലല്ലോ, പിന്നെ പടയത്തൊന്നും മേടിച്ചോണ്ടൊന്നും പരണ് തകർന്നേ. അതൊക്കെ വിളിക്കട്ടെ, ഇപ്പൊ വരി. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പോവാ. ഞാൻ വിളിക്കട്ടെ. എന്താ എന്താ പറ്റി? എന്തിനാ പിള്ളേരെ കിടന്ന് വിളിച്ചു പോന്നേ? താഴോട്ടൊന്ന് നോക്കൂ. അതല്ല അവിടെ. അയ്യോ, എന്റെ പാഴൂരപ്പ, എന്റെ ഭരണി. അയ്യോ അയ്യോ, കഷ്ടമായി പോയല്ലോ അമ്മേ. അയ്യോ, സത്യം പറ, ഇതാരാ പൊട്ടിച്ചേ? സത്യം പറഞ്ഞോണം, ഇതാരാ പൊട്ടിച്ചേന്ന്? என்னம்மா என்னைய பார்த்துட்டு சொல்றீங்க? நான் எல்லாம் உடைக்கல. யார் உடைச்சீங்கன்னு சொல்லுங்களேன். ആരാ പൊട്ടിച്ചതൊന്ന് പറ. ആരാ പൊട്ടിച്ചെന്നൊന്ന് പറ. ആരാ പൊട്ടിച്ചെന്ന് പറയുന്നേ? ആരെ പൊട്ടിച്ചതെന്ന് പറയാമോ? അതേ എനിക്ക് നല്ലത്. നിനക്ക് നല്ലതോ? അതെന്ത്? അത് എവിടെ എന്ത് പൊട്ടിയാലും എന്റെ തലയ്ക്ക് ആദ്യം വരുന്നേ, അതുകൊണ്ട് പറഞ്ഞതാ. ആരാ പൊട്ടിച്ചതെന്ന് പറ. എന്റെ ദൈവമേ, ഇത് ഈ പൊട്ടിക്കിടക്കുന്ന എന്റെ ഭരണിയല്ല, എന്റെ ചങ്ക പൊട്ടിക്കിടക്കുന്നേ. അമ്മൂമ്മയുടെ ചങ്ക് വട്ടത്തിലാണോ? അതെ, എനിക്ക് തോന്നുന്നത് വല്ല പൂച്ച വല്ലതും കേറിയിട്ടേ അറിയാതെ വല്ല അതിന്റെ കാല് തട്ടി ഇത് പൊട്ടിപ്പോയതായിരിക്കും. பூனை எல்லாம் யாருக்காது. എന്ത് பூனை പൂന എന്ന് വെച്ചാ? ஓ, தமிழ்ல பூச்சைக்கு பூனை தான் சொல்லும். അപ്പൊ പട്ടിക്ക് എന്താ പറയാ? நாய். കടുവയ്ക്കോ? கடுவுக்கு ഞാനാ അതല്ലല്ലോ സീത ഇവിടുത്തെ വിഷയം. ഇപ്പൊ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ആരാ പൊട്ടിച്ചെന്ന് വെച്ചാ പറ.
கண்டிப்பா பூனையா இருக்காது. என்னன்னா இங்க மீன் இருந்தது, அதனால நான் இந்த கதவு ஜன்னல் எல்லாம் சாத்திட்டு தான் போனேன். அதே மாதிரி நீங்க எல்லாரும் வெளியில தானே இருந்தீங்க, அதனால பூனை அந்த வழியும் വരാது. എന്തൊരു കനകാരി കനകാരി പൂണയ്ക്ക് മറ്റേ വാദിക്കണത്. ഇത് പൂച്ചയൊന്നുമല്ല. കനകം സത്യം പറ, നീ ഈ ഭരണി ഇവിടെ കഴുകി വെച്ചതിന് ശേഷം ആരാ പിന്നെ അടുക്കളയിൽ കയറിയത്? ആരാ 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 யாரு? ആരാ ആരാന്ന് വെച്ചൊക്കെ പറ, അല്ലെങ്കിൽ മനുഷ്യന് സമാധാനം തരത്തില്ലേ ഈ അമ്മൂമ്മ? സത്യം ഞാൻ ആ റൂമിൽ ഇരുന്നപ്പോഴത്തേക്ക് എന്തോ വീണ് പൊട്ടുന്ന ശബ്ദം കേട്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച അപ്പുറത്തെ പറമ്പിൽ വല്ലതും ആയിരിക്കും. അവളാ അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ പറയേണ്ട കാര്യം എന്തോന്നു? എന്റെ പൊന്നേട്ടാ, എല്ലാ കാര്യത്തിനും എന്നെ പെടുത്തുന്ന പോലെ ഈ കാര്യത്തിന് എന്നെ പെടുത്തല്ലേ. ഇത് തല പോകുന്ന കേസാ. ഭവാനിയമ്മ ഞാനല്ല കേട്ടോ പൊട്ടിച്ചത്. അതെന്തൊരു പറച്ചില്ല സീതയെ പറയുന്നേ. സീത പൊട്ടിക്കുവാണെങ്കിൽ സീത പറയത്തില്ലയോ ഇത് പൂച്ചയൊന്നും അല്ല, ഇത് ആരാ പൊട്ടിച്ചതെന്ന് എനിക്ക് അറിയണം. ആരാ പൊട്ടിച്ചതെന്ന് വെച്ചാൽ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഭവാനിയമ്മയുടെ പ്രശ്നം തീരും. നിങ്ങളതങ്ങ് പറ. അത് ആരാന്ന് വെച്ചാൽ പറ. എന്നാലും പടകലത്തുനിന്ന് എന്തിനാ മുമ്പ മേടിച്ചോണ്ട് വന്നേ? ഇത് ഏത് വഴി കൂടെ വള്ളിയൊക്കെ വരുന്നു? அம்மா 2 நாள் முடிச்சேன்னா யாரா இருந்தாலும் சொல்லுவாங்க. இப்ப நீங்க இந்த கோவத்துல கேக்குறதுனால யாரும் சொல்ல மாட்டாங்க. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിപ്പോ പൊട്ടിയത് പൊട്ടി. നമുക്കിനി പാഴൂര് പോയിട്ട് പുതിയൊരു ഭരണി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം അങ്ങ് തീരത്തില്ലേ? ഇങ്ങനെയുണ്ട്. പൊട്ടിയത് പൊട്ടി, വേണമെങ്കിൽ 1 അല്ല 2 3 എണ്ണം മേടിക്കാം. പക്ഷെ ഇത് ആരാ പൊട്ടിച്ചെന്നറിയണമല്ലോ. ആരാ പൊട്ടിച്ചെന്ന് വെച്ചാൽ അങ്ങ് പറയുന്നേ, എന്തിനാ പേടിക്കുന്നേ? അതിന് ആർക്ക് പേടി? പൊട്ടിച്ചെങ്കിലേ പൊട്ടിച്ചോന്ന് പറയാൻ പറ്റത്തുള്ളൂ. അമ്മൂമ്മ ദൈവം പറഞ്ഞു ഇവനെ പൊട്ടിച്ചേന്ന്. ഇതേ കണ്ട ചൂണ്ടി കാണിച്ചു. ഞാനല്ല ചേച്ചിയാ. ഞാൻ ഒന്നുമല്ല, ഞാൻ അപ്പുറത്തായിരുന്നു. അപ്പൊ ഞാനും അപ്പുറത്തായിരുന്നു. ആരും പറയത്തില്ല. വേലയൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇതേ ഇത് കുടുംബം വേറെയാ, ആളും വേറെയാ. ഞങ്ങളുടെ കുടുംബത്തിൽ കള്ളം കാണിച്ചാൽ പാരമ്പര്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പൊടിക്കൈയുണ്ട്. ആ സിദ്ധി കിട്ടിയിരിക്കുന്ന എനിക്കാ. എന്താ ആ സിദ്ധി കിട്ടിയിരിക്കുന്ന എനിക്കാ. അത് ഞാൻ എടുത്തങ്ങ് പ്രയോഗിക്കും. എന്താന്നറിയാവോ? മഷിനോട്ടം. മഷിനോട്ടത്തിൽ കൂടെ ഇതാരാ പൊട്ടിച്ചെന്ന് ഞാൻ കണ്ടുപിടിക്കും. പിന്നെ എന്റെ സ്വഭാവം മാറും. അതിഭേദം ഇപ്പൊ സത്യം പറഞ്ഞു. ആരാന്ന് വെച്ചാ ഒന്ന് പറയൂ. ആരാന്ന് വെച്ചാ ഒന്ന് പറയടേ. വെറുതെ എന്തിനാ മഷി കളയുന്നേ? പറയടേ. പോടേ. ആരും പറയുന്നില്ല. ശരി, ഞാൻ കാണിച്ചു തരാം. കുറെ നേരം എല്ലാത്തിനും ആലോചിച്ചിട്ട് அம்மா வந்து பிரார்த்தனை செய்ய ஆரம்பிச்சிருப்பாங்களோ. പിന്നെ തുടങ്ങി കാണൂല്ലേ? സത്യം പറഞ്ഞാലേ ഞാന് ഈ മഷിനോട്ടം എന്നൊക്കെ പറയണത് പണ്ട് കേട്ടിട്ടേ ഉള്ളൂ. ഞാനും കേട്ടിട്ടേ ഉള്ളു, കണ്ടിട്ടില്ല. ഈ വിഷ്വൽസ് ഒക്കെ സാറ്റലൈറ്റ് വഴി തെളിയും. കളറായിരിക്കും അല്ലേ ചേച്ചി? ആയിരിക്കും. സത്യം പറഞ്ഞാലേ ഈ ശാസ്ത്രമാണോ അതോ നിഗൂഢ ശാസ്ത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയം രണ്ടും ജയിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പുലിവാലി പിടിക്കാൻ നിൽക്കുന്ന ഇതിനാ? ആരാ അത് പൊട്ടിച്ചെന്നങ്ങ് പറഞ്ഞാ പോരെ? ഞാൻ അറിയാത്തോണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ടക്കനതാ എന്നെ നോക്കണതിന്. കാരണം നീ അത്രയ്ക്ക് മെനകെട്ടവനായതുകൊണ്ട്. எனக்கு ரொம்ப பயமா இருக்கு. എന്തിനി? அம்மா வந்து ரொம்ப அனுகிரகம் கிடைச்சவா, அதனால ஒரு பயம். പാറുവേ. എന്തോന്ന് പാർവേന്ന് നീട്ടു വിളിക്കുന്നേ? യേശുവേന്ന് വിളിച്ചു. എന്റെ പേരെല്ലാം വിളിച്ചാൽ പിടിച്ചിടിക്കും ഞാൻ. அம்மா എന്റെ പാഴൂരപ്പാ.
ചേച്ചി ചെവിയൊക്കെ ഇപ്പൊ ഇളകി പോകും തോന്നട്ടോ. എനിക്കും തോന്നുന്നുണ്ട്. അമ്മയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് അനുഗ്രഹം കിട്ടാറുണ്ടോ? അമ്മൂമ്മേനെ ആരെങ്കിലും കുറ്റം പറയുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ അനുഗ്രഹമൊക്കെ കയറി വരും. ഇനി എന്തൊക്കെ കാണാൻ കിടക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ വേഷം കെട്ടിലൊക്കെ ഉള്ളതാ. ഞാനിങ്ങ് കൂടുപ്പളത്തേക്ക് പോട്ടെ. എന്തിന്? എനിക്കിതെല്ലാം കൂടെ കണ്ടിട്ട് എന്തോ ഒരു പേടി പോലെ. ആ കണ്ണു തുറന്നുള്ള ഇരിപ്പ് കണ്ടിട്ട് എന്നെ ആദ്യമാവുന്നു. മഷിനോട്ടം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഉരിയാടാം. ആരാ ഭരണി പൊട്ടിച്ചെന്ന് സത്യം പറയാം. മഷിനോട്ടം ആരംഭിച്ചു കഴിഞ്ഞാൽ ഭരണി പൊട്ടിച്ചത് ആരാണെന്ന് തെളിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യം പോക്ക. അമ്മ ആരാത്? എടാ, അപ്പൊ നിനക്ക് കുഴപ്പം വരില്ല. എന്ത്? നിന്റെ ജീവിതം എന്നേ പോയതാ. ഞാൻ പറ്റും. അമ്മ ഇനി വിളിച്ചിട്ട് കാര്യമില്ല. അല്ല, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അതെ, പിള്ളേർക്ക് ഒരു 2 ദിവസത്തെ സമയം കൊടുക്ക്. ആരാണെങ്കിലും പൊട്ടിച്ചത് പറയൂ അവര്. ഈ എടുത്തു ചാടി ഇത്രയും വലിയ തീരുമാനമൊക്കെ എടുക്കേണ്ട കാര്യമുണ്ടോ? ഇനി ഒരു നിമിഷം പോലും കൊടുക്കില്ല. സത്യം പറയാനുള്ള അവസരമൊക്കെ കഴിഞ്ഞു. പാറുവേ, മര്യാദയ്ക്ക് പറഞ്ഞ അല്ലെങ്കിൽ കളി കാര്യമാവും കേട്ടോ. ഇത് തന്നെ എനിക്ക് ചേച്ചിയെടുത്ത് പറയാനുള്ളത്. ആ, എന്നാ പിന്നെ എല്ലാരും അനുഭവിക്കും. ആരും പറയണ്ട. മഷിനോട്ടം ആരംഭിക്കാം. അമ്മ ഈ കാണിക്കുന്നതൊക്കെ ഉള്ളതാണോ അതോ നമ്മളെ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? അയണിക്കുറ്റി പറിച്ച വീട്ടിൽ സീതയെ ഞാനല്ല ചെയ്ത കേട്ടോ, സത്യമായിട്ട് ഞാനല്ല. പരിഹസിക്കുന്നോ? ക്ഷമിക്കണം, അമ്മ അറിയാതെ പറഞ്ഞു പോയതാ. പിന്നെയും കുക്കർ ഓണായി. അമ്മൂമ്മ, ഞാൻ സത്യം പറയാം. ഞാനല്ല. അമ്മൂമ്മേ, ഞാനല്ല. അമ്മൂമ്മ ഞാൻ അല്ല കേട്ടാ, ഇല്ലെങ്കിൽ ഞാൻ കേൾക്കേണ്ടി വരും. ഞാൻ ദേ വെറ്റിലെടുക്കാൻ പോകുന്നു. അമ്മൂമ്മ മുറുക്കാൻ പോവാണോ? പാക്ക് വേണ്ടേ? ഈ വെറ്റിലയിൽ മഷി തേച്ചു കഴിഞ്ഞാൽ ആളിന്റെ രൂപം തെളിയും. അത് തെളിഞ്ഞാൽ പിന്നെ ഈ ആൾ അവിടെ കിടന്ന് അനുഭവിക്കും. തെളിഞ്ഞ് അനുഭവിക്കുന്നതിനേക്കാളും കൂടുതൽ ഇപ്പൊ കിടന്ന് അനുഭവിക്കുന്നുണ്ട്. എന്തായിരിക്കും? പ്രഷറേ. ഞാൻ ദേ മഷി പുരട്ടാൻ പോകുന്നു. അമ്മ ഒരൊറ്റ കാര്യം. അല്ല, ഇത് നമ്മുടെ പിള്ളേരല്ലേ, ഈ മഷിയൊക്കെ പുരട്ടിയിട്ട് കണ്ടുപിടിക്കുമ്പോൾ എന്തെങ്കിലും പിള്ളേർക്ക് ആയിപ്പോയാലോ? മക്കളെ, നിങ്ങൾ ആരാന്ന് വെച്ചാൽ പൊട്ടിച്ചെന്ന് വെച്ചാൽ പറ. അമ്മ മഷി പുരട്ടാൻ പോവാ, ചുമ്മാ കളിക്കല്ലേ. എന്ത് പറയാ, ഞങ്ങൾ ചെയ്തിട്ടില്ല.
ഞാൻ മഷി പുരട്ടാൻ പോവാണ്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. സപ്പോസ് അമ്മുമ്മയുടെ കയ്യിൽ നിന്ന് വീണാണ് ഭരണി പൊട്ടി എന്ന് വിചാരിച്ചോ, അതുകൊണ്ട് അമ്മുമ്മ കാണിക്കുന്ന പ്രകടനമാണോ ഇത്? ഞാൻ ചോനറത്തലക്കാരിയാണ്. അതിനിപ്പോ എന്താ, ചോനറ തലക്കാരിയുടെ കയ്യിൽ നിന്ന് ഭരണി വീട് പൊട്ടിക്കൂടി? പരിഹാസം വേണ്ട. പരിഹാസമല്ല, ലോജിക്കായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതേ ഉള്ളൂ. മഹാമാന്ത്രികന്മാര് ജനിച്ച തറവാടാണ് എന്റേത്. സംശയമുണ്ടോ? നശിച്ച് നാരായ പേര് തോണ്ടിയതല്ലേ, അപ്പൊ പിന്നെ മഹാമന്ത്രിമാര് ജനിച്ചതായിരിക്കുമല്ലോ ദുഷ്ടന്മാര്. ഇനി ഞാൻ ദേ മഷി പുരട്ടാൻ പോകുന്നു. മഷി പുരട്ടിക്കഴിഞ്ഞാൽ ആരാണ് ഭരണി എടുത്തിട്ട് പൊട്ടിച്ചതെന്ന് തെളിയും. തെളിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാര്യം പോക്കാണ്. മുഴു പെടയുന്നത് പോലെ കടന്നു പെടയും. മഷി പുരട്ടിക്കഴിഞ്ഞു. ഇനി ഞാൻ 5 വരെ എണ്ണി മന്ത്രം ജപിച്ചു കഴിഞ്ഞിട്ട് വെറ്റിലയിലോട്ട് നോക്കിയാൽ ആരാണിത് ചെയ്തതെന്ന് തെളിയും. തെളിഞ്ഞു കഴിഞ്ഞാൽ അവര് പാമ്പഴയുന്നത് പോലെ എഴയും, തീയിൽ നിൽക്കുന്നത് പോലെ നിൽക്കും, മാനസിക സംഘർഷം ഉണ്ടാവും, തല പൊട്ടിത്തെറിച്ചു പോവും. ഞാനിനി എണ്ണാൻ പോകുന്നു. ദേ എണ്ണി തുടങ്ങുന്നു. 1 2 3 4 5 சொல்லாதீங்கம்மா, நான் தான் பரணி உடைச்சேன். அம்மா நான் வேணும்னெல்லாம் உடைக்கலம்மா, தெரியாதனமா என்னோட கையில இருந்து விழுந்துட்டு அது முழுசா உடைஞ்சதம்மா. அம்மா என்னோட தலை வெடிக்குமாமா? നീയാ ചെയ്തെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരായിരുന്നു. നിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുവോ? அம்மா அப்ப எனக்கு ரொம்ப பயமா இருந்ததம்மா, அதனால எனக்கு சொல்றதுக்கு தைரியம் இருக்கல. அம்மா சத்தியமா சொல்லுங்கம்மா, என்னோட தலை வெடிக்குமா? അമ്മുമ്മ ആ 5 പറഞ്ഞേ. ஐயோ வேண்டாம்மா, சொல்லாதீங்கம்மா, என்னோட தலை வெடிக்குமா? എന്നാ ഇന്നാ പിടിച്ചോ. 5.